Hello, my dear students, my dear children. We are starting part 3 class of our chapter 1 Medieval India. പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ മെഡീവിയൽ ഇന്ത്യ പാർട്ട് 3 ക്ലാസ്സാണ് ഇന്ന് നടത്തുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ മുഗൾ റൂള് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഏകദേശം സെൻട്രൽ പോർഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ ക്ലാസ്സിന് ശേഷം നമ്മൾ അടുത്ത വിജയനഗര റൂളായിരിക്കും പഠിക്കുക. ഓക്കെ, അപ്പം നമ്മൾ മുഗൾ റൂളിനെ പറ്റി മിഡീവിയൽ ഇന്ത്യയിലെ 2 സാമ്രാജ്യങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. 2 എംപയേഴ്സാണ് നമ്മുടെ സ്റ്റഡി. ഒന്നാമത്തേത് മുഗൾ റൂൾ, രണ്ടാമത്തേത് വിജയനഗര റൂൾ. മുഗൾ റൂൾ നമുക്കറിയാം നോർത്ത് ഇന്ത്യ ബേസ് ചെയ്തുകൊണ്ടുള്ള റൂളായിരുന്നു മുഗൾ റൂൾ. അതുപോലെ സൗത്ത് ഇന്ത്യ ബേസ് ചെയ്തുകൊണ്ടുള്ള റൂളാണ് വിജയനഗര. അതുകൊണ്ടാണ് നമ്മളൊരു നോർത്ത് ഇന്ത്യൻ ഒരു എംപയറിനെ പറ്റിയും ഒരു സൗത്ത് ഇന്ത്യൻ എംപയറിനെ പറ്റിയുമാണ് മിഡീവിയൽ ഇന്ത്യ എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. മുഗൾ റൂളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു വെച്ചത്? മുഗൾ റൂളിലെ ഏറ്റവും ലാസ്റ്റ്, അതായത് പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ പഠിച്ചത് മുഗൾ റൂളിൻ്റെ ചില ഡീറ്റെയിൽസ് ആയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ആർമിയാണ്. ആർമി. ഓക്കെ, അപ്പോൾ ആർമിയുടെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയായിരുന്നു, ആർമിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു, നമ്മൾ പാർട്ട് 2 വീഡിയോയിൽ പഠിച്ചതാണ്. നിങ്ങൾ ആരെങ്കിലും പാർട്ട് 1, 2 വീഡിയോസ് വ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. മുഗൾ റൂളിൻ്റെ മറ്റ് ചില പ്രത്യേകതകളെ, മറ്റ് ചില ഇമ്പോർട്ടൻസ് ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ദർ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് മുഗൾ പീരീഡ്. മുഗൾ പീരീഡിലെ പീപ്പിളിൻ്റെ, ജനങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ്, ഇക്കണോമിക് സ്റ്റാറ്റസ്. അപ്പം നമ്മൾ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ 2 സെപ്പറേറ്റ് ചെയ്താണ് പഠിക്കുക. സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് മുഗൾ പീരീഡ് ആൻഡ് ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് മുഗൾ പീരീഡ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് പീപ്പിൾ ഇൻ ദാറ്റ് ടൈം, ദ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ features of society in Mughal period. Prepare a note on the social system in Mughal period. First point, a feudal social system existed at that time. Feudal social system existed at that time. എന്താണ് ഈ ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് ഫ്യൂഡൽ സിസ്റ്റം മീൻസ് ഒരു ജന്മിക്ക് ഏക്കർ കണക്കിന് ഭൂമിയുള്ള വലിയ കാസ്റ്റിലിൽ, അതായത് വലിയ ബംഗ്ലാവിൽ താമസിക്കുന്ന ജന്മി, അദ്ദേഹത്തിൻ്റെ ഭൂമി അദ്ദേഹം ലാൻഡ്ലെസ് ആയിട്ടുള്ള ഫാർമേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഫാർമേഴ്സ് അവർക്ക് കിട്ടിയ ഭൂമിയിൽ വീട് വെച്ച് ചെറിയ കുടിലുകൾ വെച്ച് താമസിക്കുന്നു. അവർ ഈ ജന്മിക്ക് വേണ്ടി ജോലി ചെയ്തു കൊടുക്കുന്നു. ഫാമിൽ ജോലി ചെയ്തു കൊടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ ലാൻഡിൽ ജോലി ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ജന്മിയുടെ ഭൂമിയിൽ താമസിക്കുന്ന കുറേ ടെനൻസ്, കുറേ പാട്ടക്കാരെ അവർ ജന്മിക്ക് വേണ്ടി ജോലിയെടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ ഈ മുഗൾ പീരീഡിലെ അന്നത്തെ സൊസൈറ്റി ഒരു ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റമുള്ള സൊസൈറ്റി ആയിരുന്നു. അതിൽ നിന്ന് സിംപ്ലി നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഫ്യൂഡൽ ലോഡ്സ്, അതായത് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഓൺ ചെയ്യുന്ന ഓണേഴ്സ് ഓഫ് ലാൻഡ്. ദെൻ ഈ ഓണേഴ്സിൻ്റെ ലാൻഡിൽ കുടികിടക്കുന്ന ടെനൻസ് ആയിട്ടുള്ള ആളുകൾ, അവരാണ് ഫാർമേഴ്സ്. അപ്പം ലാൻഡ്ലെസ് ഫാർമേഴ്സും ഓണേഴ്സും ലാൻഡ് ഓണേഴ്സും, ഇങ്ങനെ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുക. ദെൻ സെക്കൻഡ് പോയിന്റ്, സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ്. പല ക്ലാസസ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു. പല ഗ്രൂപ്പ്സ് ഓഫ് സൊസൈറ്റിയെ പല ഗ്രൂപ്പുകളായി, ക്ലാസ്സുകളായിട്ട് തിരിച്ചിരുന്നു. ഓക്കെ, അത് കാസ്റ്റിൻ്റെ പേരിലാകാം, റിലീജിയൻ്റെ പേരിലാകാം, ഏതെങ്കിലുമൊക്കെ ബേസിസിൽ ഡിഫറെൻറ്റ് സ്ട്രാറ്റസ് ഓഫ് പീപ്പിൾ ഇൻ ദ മുഗൾ സൊസൈറ്റി. Then the common man was at the bottom level of the society with the king at the top. നോക്കിക്കേ, കിങ് ആണ് ഈ സ്ട്രാറ്റയുടെ ടോപ്പ് കിങ്. ദെൻ the common man, ordinary man was at the bottom of the strata. So the society was classified into different stratas, different levels. Then at the top there was king and at the bottom the common man. Okay, most of the people were farmers.
traditionally most of the people were farmers in that society. Caste system existed among them. They belongs to different caste system. ജാതി വ്യവസ്ഥ എന്നാണ് മലയാളം. ജാതി വ്യവസ്ഥയുണ്ടായിരുന്നു. പീപ്പിൾ ബിലോങ്സ് ടു ഡിഫറെൻറ്റ് കാസ്റ്റ്. നമുക്കിന്നും ആ ഒരു വ്യവസ്ഥ നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോഴും നമ്മൾ പല ജാതികളായിട്ടാണ് ഇന്ത്യയിലെ ആൾക്കാരെ. സോ ഇൻ ദാറ്റ് ടൈം ഓൾസോ പീപ്പിൾ എക്സിസ്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് കാസ്റ്റ്. ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. ഓരോ കാസ്റ്റിനും അവരവരുടേതായ കസ്റ്റംസ്, റിച്വൽസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്താണ്? രീതികളും അതുപോലെ തന്നെ ആരാധനാ സമ്പ്രദായങ്ങളും, റിച്വൽസ് ആൻഡ് കസ്റ്റംസ്. ഓക്കെ, ഈച്ച് കാസ്റ്റ്. സോ പീപ്പിൾ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് കാസ്റ്റസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ബിലോങ്സ് ടു ഫാർമേഴ്സ്. ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. There existed wide differences in the way of life, food habits and clothing of people. Different caste people wear different types of cloth, different patterns of cloth. Okay, their food habit also different. Some of them are vegetarians, some others are non-vegetarians. They eat different kinds of people, different kinds of food. Okay, അപ്പോൾ ഇപ്പോഴും നമുക്കറിയാം പല കാസ്റ്റുകൾക്കും പല രീതിയിലുള്ള ഫുഡ് രീതികളാണ്. ആ രീതി തന്നെയായിരുന്നു അന്നും. സോ പീപ്പിൾ there existed wide differences in the way of life, food habits and clothing of people. അപ്പോൾ ഒരു ഡ്രസ്സ് കണ്ടാൽ തന്നെ അവരേത് റിലീജിയനിൽ പെട്ടവരാണ്, അവരേത് കാസ്റ്റിൽ പെട്ടവരാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന പോലെയുള്ള ക്ലോത്തിങ് പാറ്റേണും ഫുഡ് ഹാബിറ്റ്സും വേ ഓഫ് ലൈഫുമായിരുന്നു അന്ന് ആളുകൾക്കുണ്ടായിരുന്നത്. അതാണ് ഈ മുഗൾ സൊസൈറ്റിയെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫ്യൂഡൽ സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ ദ സൊസൈറ്റി ആൻഡ് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ്. Common people was at the bottom of the strata and the king at the top. Most of the people were farmers. Caste system existed and each caste had its own customs and rituals. There existed different types of way of life, food habits and clothing. Okay, then അപ്പം ഇതാണ് സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് മുഗൾ പീരീഡ്. ദെൻ ഇക്കണോമിക് സ്റ്റാറ്റസ്. അതിനു മുമ്പ് നമുക്ക് രണ്ട് പേരെ പരിചയപ്പെടാം. ഫ്രഞ്ച് ട്രാവലർ ഹു വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്, ടെവേർണിയർ. ഹി വാസ് എ ഫ്രഞ്ച് ട്രാവലർ ഹു വിസിറ്റഡ് മുഗൾ എംപയർ ഓർ ദ മുഗൾ പാലസ്, ടെവേർണിയർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ട്രാവലോഗിൽ നിന്നാണ് നമുക്ക് മുഗൾ സൊസൈറ്റിയെ പറ്റി ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ പോയിൻറ്റ്സൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ഈ ടെവേർണിയറുടെ ട്രാവലോഗുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ബുക്സിൽ നിന്നും, അദ്ദേഹം മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ട് അദ്ദേഹം എഴുതി ഗ്രന്ഥങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകത്തിലൊക്കെ അന്നത്തെ സൊസൈറ്റിയെ പറ്റി അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ എവിഡൻസ്, ഇതിനുള്ള എവിഡൻസ് അതാണ്. ദെൻ ഇംഗ്ലീഷ് മാൻ ഹു വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. മുഗൾ പീരീഡിൽ ഒരു ഇംഗ്ലീഷ് മാൻ നമ്മുടെ മുഗൾ പാലസ് അല്ലെങ്കിൽ മുഗൾ എംപയർ സന്ദർശിച്ചിട്ട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് റാൽഫ് ഫിച്ച്. സോ ടെവേർണിയർ ഒരു ഫ്രഞ്ച് ട്രാവലറാണ്, റാൽഫ് ഫിച്ച് ഒരു ഇംഗ്ലീഷ് ട്രാവലറാണ്. ഇവരുടെയൊക്കെ പുസ്തകങ്ങളാണ് ഈ ഹിസ്റ്ററി നമുക്ക് ലഭ്യമാക്കുന്ന നമ്മുടെ സോഴ്സ് അല്ലേ. ഹിസ്റ്ററി നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് സോഴ്സ് വേണം. ഈ സോഴ്സ് ഈ പുസ്തകങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ പേര് ഓർത്ത് വെച്ചോണം. വൺ വേർഡായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. മുഗൾ പീരീഡിൽ ഇന്ത്യ വിസിറ്റ് ചെയ്ത ഇംഗ്ലീഷ് ട്രാവലർ ആരാണ്? മുഗൾ പീരീഡിൽ ഇന്ത്യ വിസിറ്റ് ചെയ്ത ഫ്രഞ്ച് ട്രാവലർ ആരാണ്? ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് വാട്ട് വിയർ ദി ഇക്കണോമിക് പ്രോഗ്രസ് ഇന്ത്യ had achieved during the Mughal period. So economic status of people, economic status of the country during the Mughal period. Or another question, what were the economic progress India had achieved during the Mughal period? അപ്പോൾ ഇത് പ്രോഗ്രസ് എന്ന് ചോദിക്കാനുള്ള കാരണം മുഗൾ പീരീഡിലെ ആ എംപറേഴ്സിൻ്റെ കൃത്യമായ അവരുടെ ഇടപെടൽ കൊണ്ട് നല്ല ഇക്കണോമിക് പ്രോഗ്രസ് ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു. നല്ല ഇക്കണോമിക് പ്രോഗ്രസ് നമുക്ക് എല്ലാ രംഗത്തും കാണാൻ പറ്റും. അഗ്രികൾച്ചറിലെ, ഇൻഡസ്ട്രിയിലെ, ട്രേഡിലെ എല്ലാം നമുക്ക് ആ ഒരു പ്രോഗ്രസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് പഠിക്കാം. അഗ്രികൾച്ചറൽ അച്ചീവ്മെൻറ്റ്സ് വെയർ ദ ബേസിസ് ഫോർ ദ ഇക്കണോമിക് പ്രോഗ്രസ് ഇൻ മുഗൾ പീരീഡ്.
അപ്പോൾ മുഗൾ പീരീഡിൽ ഇക്കണോമിക് പ്രോഗ്രസ് ഉണ്ടെന്നുള്ള കാര്യം ഈ ട്രാവലേഴ്സൊക്കെ എല്ലാവരും തന്നെ അവർ പറയുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അഗ്രികൾച്ചറൽ അച്ചീവ്മെൻറ്റ്സ് ആയിരുന്നു. അതിൻ്റെ കാരണം എന്താണ്? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ബിലോങ്സ് ടു agricultural sector or they were farmers. So agricultural achievements were the basis for economic progress in Mughal period or during the Mughal period. എന്തൊക്കെയായിരുന്നു അവരുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്? വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ ആൻഡ് ഓയിൽ സീഡ്സ് were the major agricultural products at the time. Wheat, barley, sugar cane, cotton, oil seeds, they were the agricultural products. They cultivated different varieties of rice. റൈസിൻ്റെ പല വെറൈറ്റീസ് അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ റൈസും അവരുടെ ഒരു മെയിൻ പ്രോഡക്റ്റ് ആയിരുന്നു, അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ആയിരുന്നു. ഓക്കെ, ദേ കൾട്ടിവേറ്റഡ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റൈസ്. നമുക്കറിയാം റൈസിന് തന്നെ പല വെറൈറ്റീസ് ഉണ്ട് അല്ലേ. കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന വെറൈറ്റി ഉണ്ട്, കുറച്ച് പ്രൊഡക്ഷൻ ഉണ്ട്, പക്ഷേ മെഡിസിനൽ വാല്യൂ കൂടുതലുള്ള ചില വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എല്ലാ വെറൈറ്റികളും അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. ഫാർമേഴ്സ് വെയർ നോട്ട് ഇവിക്റ്റഡ് ഫ്രം ദ ലാൻഡ് ആസ് ലോങ് ആസ് ദേ പെയ്ഡ് ടാക്സ്. അന്ന് ഫാർമേഴ്സിന് കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ദേ വെയർ നോട്ട് ഇവിക്റ്റഡ് ഫ്രം ദെയർ ലാൻഡ് അണ്ടിൽ ദേ പേ ടാക്സ്. അവർ ടാക്സ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ, ആസ് ലോങ് ആസ് ദേ പേ ടാക്സ്, ദേ വെയർ നോട്ട് ഇവിക്റ്റഡ് ഫ്രം ദെയർ ലാൻഡ്. ഇവിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഫാർമേഴ്സിനെ ഇറക്കി വിടുക, അവരെ കുടിയൊഴിക്കുക, അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം നല്ല രീതിയിൽ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സ്വസ്ഥമായ മനസ്സ് കിട്ടുമായിരുന്നു, പേടിക്കണ്ടായിരുന്നു. ഓക്കെ, ദ യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ന്യൂ ടൂൾസ് എൻറിച്ച് ദ അഗ്രികൾച്ചറൽ സെക്ടർ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. ഇപ്പം മുഗൾ എംപറേഴ്സ് ഇവർക്ക് നല്ല ടെക്നോളജി, നല്ല ടൂൾസ് ഈ ഫാർമേഴ്സിന് പ്രൊവൈഡ് ചെയ്തിരുന്നു. സോ ദ യൂസ് ഓഫ് ടെക്നോളജി, എന്താണ് ടെക്നോളജി? സയൻറ്റിഫിക് ടെക്നോളജി അല്ലേ. നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ഓൾഡ് മെത്തേഡ്സ് ഉപയോഗിക്കാം, സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിക്കാം. സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ദേ യൂസ് മോസ്റ്റ് മോഡേൺ ടെക്നോളജി ആൻഡ് ദേ യൂസ് ന്യൂ ടൂൾസ്. ഇപ്പോൾ ട്രാക്ടറൊക്കെ പോലെയുള്ള ന്യൂ ടൂൾസ് ഉപയോഗിച്ചു. അപ്പം ഭൂമി നന്നായിട്ട് അവർക്ക് ടില്ലിങ് നടത്താൻ പറ്റി. അപ്പോൾ നന്നായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാകും. ഓക്കെ, ഇത് enriched the agriculture sector during the Mughal period. The Persian wheel and canals were widely used for irrigation. ഇറിഗേഷൻ അവർ നന്നായിട്ട് നടത്തിയിരുന്നു. അതുകൊണ്ടാണ് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റിയത്. ഇറിഗേഷൻ നടന്നാലുള്ള അഗ്രികൾച്ചറിൻ്റെ ബെനിഫിറ്റ് എന്താണ്? അവർക്ക് റെയിനി സീസണിലും വിൻ്റർ സീസണിലും സമ്മർ സീസണിലും ഒരുപോലെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ 3 സീസണിലും പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിൽ ഇറിഗേഷൻ വേണം. മഴയില്ലാത്ത കാലത്ത് അവർ ഇറിഗേഷൻ നടത്തിയിരുന്നു. അതിനവർ 2 ടൂൾ, ഒരു ടൂള് വീല് അല്ലേ, പേർഷ്യൻ വീൽ, അതുപോലെ തന്നെ കനാലിലൂടെ നദികളിൽ നിന്നും വെള്ളം കൊണ്ടുവരുന്നത്. എന്താണ് ഈ കനാല്? മനുഷ്യർ വെട്ടിയുണ്ടാക്കുന്ന തോടുകളെയാണ് കനാലെന്ന് പറയുക. അതിലൂടെ വെള്ളം കൊണ്ടുവരുന്നു കൃഷി സ്ഥലത്തേക്ക്. അതുപോലെ പേർഷ്യൻ വീൽ എന്തിനു ഉപയോഗിക്കുന്നു? മോട്ടറൊന്നും കണ്ടുപിടിക്കാത്ത കാലത്ത് പെട്ടെന്ന് വെള്ളം ഈ അഗ്രികൾച്ചറൽ ലാൻഡിലേക്ക് തേകി വിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഒരു മെഷീനാണ് പേർഷ്യൻ ടൂൾ. അതിൻ്റെ പിക്ചർ ടീച്ചർ എടുത്തിട്ടുണ്ട്, നമ്മൾ കാണിച്ചു തരാം. ഇതാണ് പേർഷ്യൻ ടൂൾ, കണ്ടോ? ഇത് വെച്ച് വളരെ എളുപ്പത്തിൽ കനാലുകളിൽ നിന്നും മറ്റും നമ്മുടെ കൃഷിസ്ഥലത്തേക്ക് വെള്ളത്തെ അവർക്ക് ഇങ്ങനെ ഒഴുക്കി വിടാനായിട്ട് പറ്റും. വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. കോരി തേകി വെക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് പേർഷ്യൻ വീൽ. അപ്പോൾ അന്ന് മുഗൾ പീരീഡിൽ ഉപയോഗിച്ചിരുന്ന പേർഷ്യൻ വീലും അതുപോലെ തന്നെ കനാൽ സിസ്റ്റവും അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ വളരെ സഹായിച്ചു. ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആക്സിലറേറ്റഡ് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ. കൂടുതൽ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് വന്നപ്പോൾ 2 കാര്യങ്ങൾ സംഭവിച്ചു. അർബനൈസേഷൻ ഉണ്ടായി, അതായത് ചന്തകളൊക്കെ അർബൻ ഏരിയാസ് ആക്കി മാറ്റി, സിറ്റികളാക്കി മാറ്റി. ധാരാളം സിറ്റികളുണ്ടായി. കാരണം സിറ്റികളെല്ലാം കച്ചവട സ്ഥലങ്ങളാണ്. അപ്പോൾ ട്രേഡ് വർദ്ധിച്ചു. അത് ഇൻറ്റേർണൽ ട്രേഡും ഉണ്ട്, എക്സ്റ്റേണൽ ട്രേഡും ഉണ്ട്, ഫോറിൻ ട്രേഡും ഉണ്ട്. അപ്പോൾ മുഗൾ പീരീഡിലെ ഫോറിൻ ട്രേഡും ഇൻറ്റേർണൽ ട്രേഡും ഒരുപോലെ ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ അർബൻ സെൻറ്റേഴ്സ് ഉണ്ടായി വന്നു, കൂടുതൽ സിറ്റികൾ ഉണ്ടായി വന്നു. ഓക്കെ, കാരണം സിറ്റികളെല്ലാം തന്നെ ട്രേഡിൻ്റെ കേന്ദ്രങ്ങളാണ്, ട്രേഡ് കേന്ദ്രങ്ങളാണ്. നമ്മൾ ചന്തകളെന്ന് പറയുന്നത്, ചന്ത അല്ലേ, ചന്ത സ്ഥലങ്ങളാണ്. കടകളൊക്കെ വന്ന് പിന്നീട് അത് വലിയ സിറ്റിയായി മാറുന്നു. അപ്പോൾ urbanization and trade accelerated. Okay,
ദെൻ വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. വാട്ടർ ട്രാൻസ്പോർട്ട് എന്തിനാണ് ഉപയോഗിക്കുക? ട്രേഡിന് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ട്രാവലിന് ഉപയോഗിക്കാം, ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും ഒരുപോലെ വളരണമെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് വേണം. ഇപ്പോൾ ഗുജറാത്തൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു പോർട്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു ഫോറിൻ ട്രേഡിൻ്റെ കേന്ദ്രം. അവിടേക്ക് കപ്പലുകളും ബോട്ടുകളും ഒക്കെ വന്ന് ഇന്ത്യൻ പ്രോഡക്റ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നു. ഓക്കെ, അപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ വളരെ നല്ല ഇക്കണോമിക് പ്രോഗ്രസ് ഉള്ള ഒരു സമയമായിരുന്നു മുഗൾ പീരീഡ്. അതിന് 3 റീസൺസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. അഗ്രികൾച്ചറൽ പ്രോഗ്രസ്, ദെൻ ട്രേഡ്, urbanization, water transport, all these facilitated the progress of Mughal period, Mughal empire. Okay, ഇതാണ് പേർഷ്യൻ വീല്. ഇത് അവർ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, ദെൻ നമുക്ക് ഈ ഹിസ്റ്ററി, നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ ഹിസ്റ്ററി എല്ലാം നമുക്കൊരു സോഴ്സ് കൂടിയുണ്ട്. ഒരു സോഴ്സ് കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ഫ്രഞ്ച് ട്രാവലറും ഇംഗ്ലീഷ് ട്രാവലറും എഴുതിയ പുസ്തകങ്ങൾ കൂടാതെ അക്ബറുടെ തന്നെ അദ്ദേഹത്തിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന നമ്മുടെ അബുൾ ഫസൽ, അദ്ദേഹമാണ് ഒരു മെയിൻ ഹിസ്റ്റോറിയൻ. മുഗൾ പീരീഡിനെ പറ്റി നമുക്ക് ഏറ്റവും കൂടുതൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള എവിഡൻസ് കിട്ടുന്നത് അബുൾ ഫസലിൻ്റെ പുസ്തകങ്ങളിൽ നിന്നാണ്. അതിലെ പ്രധാനപ്പെട്ട പുസ്തകമാണ് എയ്ൻ-ഐ അക്ബറി. ഓക്കെ, ആ പുസ്തകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എയ്ൻ-ഐ അക്ബറി, അത് അക്ബറുടെ ബയോഗ്രഫിയാണ്, അക്ബറുടെ ജീവചരിത്രം. അദ്ദേഹത്തിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഉദ്യോഗസ്ഥനായ അബുൾ ഫസൽ എഴുതിയിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേരാണ് എയ്നി അക്ബറി. അക്ബറുടെ ബയോഗ്രഫിയാണ്. അത് എഴുതിയ ആളാണ് അബുൾ ഫസൽ. അദ്ദേഹമാണ് ഈ മുഗൾ പീരീഡിലെ ഏറ്റവും മോസ്റ്റ് പ്രോമിനൻറ്റ് ഹിസ്റ്റോറിയൻ. ഓക്കെ, അബുൾ ഫസലിൻ്റെ പേര് ഓർത്തു വെക്കുക, എയ്നി അക്ബറി ഓർത്തു വയ്ക്കുക. ഓക്കെ, അത് വൺ വേർഡ് ചോദിക്കാം, മാച്ച് ചെയ്യാൻ ചോദിക്കാം. ഇതാണ് അബുൾ ഫസൽ. അദ്ദേഹം അക്ബറുടെ കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി ഇദ്ദേഹം തയ്യാറാക്കി. അതിൻ്റെ പേരാണ് എയ്നി അക്ബറി. ഓക്കെ, ഇനി അക്ബറുടെ കാലത്ത് നമ്മൾ കണ്ടു ഇക്കണോമിക് പ്രോഗ്രസ് ഉണ്ടായപ്പോൾ ധാരാളം സിറ്റീസ് എമർജ് ചെയ്തു വന്നു. ഈ സിറ്റീസ്, അതിൻ്റെ ഇപ്പോഴത്തെ കൺട്രി പ്രധാനപ്പെട്ട സിറ്റികൾ ഏതൊക്കെയായിരുന്നു? ഡാക്ക ഇന്ന് ബംഗ്ലാദേശിലാണ്. ഒരു കാലത്ത് അത് ഇന്ത്യ ആയിരുന്നു, നമുക്കറിയാം. പിന്നീട് അത് ബംഗ്ലാദേശായി മാറി. അപ്പോൾ ഇന്ന് ധാക്ക ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റലാണ് ധാക്ക. ദെൻ മുർഷിദാബാദ് പാകിസ്ഥാനിലാണ്. ലാഹോർ ഇപ്പോൾ പാകിസ്ഥാനിലാണ്. അതെല്ലാം അക്ബറുടെ കാലത്തെ ഇന്ത്യയുടെ ഭാഗമായിരുന്നെന്ന് ഓർക്കുക. സൂറത്തും ആഗ്രയും ഇന്ത്യയിൽ തന്നെയാണ്. ഓക്കെ, ആഗ്ര നമുക്കറിയാം, താജ്മഹലിൻ്റെയൊക്കെ സ്ഥലമാണ് ആഗ്ര, അത് ഇന്ത്യയിലാണ്. അതുപോലെ സൂറത്ത് നമുക്കറിയാം, ഗുജറാത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രേഡ് സെൻ്ററാണ് സൂറത്ത്, അതിപ്പോഴും ഇന്ത്യയിലാണ്. അപ്പോൾ അക്ബറുടെ കാലത്തെ മേജർ സിറ്റീസ് ഏതൊക്കെയാണെന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഏതൊക്കെ എഴുതണം? ധാക്ക, മുർഷിദാബാദ്, ലാഹോർ, സൂറത്ത്, ആഗ്ര. ഓക്കെ, ദെൻ പ്രിപ്പയർ എ നോട്ട് ഓൺ ദ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. മുഗൾ പീരീഡിനെ പറ്റിയുള്ള നമ്മുടെ ലാസ്റ്റ് ചോദ്യം ഇതാണ്. കൾച്ചറൽ ഇൻ്റഗ്രേഷൻ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. മുഗൾ പീരീഡിൽ ഒരു കൾച്ചറലായിട്ടുള്ള ഒരു ഇൻ്റഗ്രേഷൻ നടന്നു. സാംസ്കാരികമായ ഒരു സമന്വയം നടന്നു. ഒരു ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൂടിച്ചേരൽ. പല കൾച്ചറലായിട്ടുള്ള പല കാര്യങ്ങളെ, അത് ആർക്കിടെക്റ്റ് ആകാം, അല്ലെങ്കിൽ മ്യൂസിക് ആകാം, ഡാൻസ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ വേ ഓഫ് ലൈഫ് ആകാം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ ഒരു ഇൻ്റഗ്രേഷൻ നടന്നു. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പലതിനെ യോജിപ്പിക്കുന്നതിനാണ് നമ്മൾ പറയുക ഇൻ്റഗ്രേഷൻ. അതിനെ നമുക്ക് പൊതുവെ എന്ത് പറയാം? കൾച്ചറൽ ഇൻ്റഗ്രേഷൻ, സാംസ്കാരിക സമന്വയം. ഓക്കെ, അപ്പോൾ മുഗൾ പീരീഡിലെ ഒരു സാംസ്കാരിക സമന്വയത്തെ പറ്റി നമുക്കൊരു നോട്ട് തയ്യാറാക്കണം. എന്താണ് അവിടെ ഉണ്ടായ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ? ഏതൊക്കെ ആസ്പെക്റ്റ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായി? ദ മുഗൾ ബ്ലെൻഡഡ് ദിയർ കൾച്ചർ വിത്ത് ഇന്ത്യൻ കൾച്ചർ. എങ്ങനെയാണ് ഈ ഒരു കൾച്ചറൽ ഇൻ്റഗ്രേഷൻ നടന്നത്? മുഗൾ കൾച്ചർ, അവരൊരു മംഗോളിയൻ കൾച്ചറാണ്, അല്ലെങ്കിൽ ഒരു ടർക്കിഷ് കൾച്ചറാണ്, അല്ലേ? തുർക്കി പാരമ്പര്യവും മംഗോൾ പാരമ്പര്യവുമുള്ള ആളുകളാണ് ഈ മുഗൾ രാജാക്കന്മാരെ, അല്ലെങ്കിൽ മുഗൾ ആൾക്കാരെ.
അവരെന്ത് ചെയ്തു, അവരുടെ ഈ ടർക്കി പാരമ്പര്യവും അവരുടെ മംഗോളിയൻ പാരമ്പര്യവും ഇന്ത്യൻ കൾച്ചറുമായിട്ട് അവരെന്ത് ചെയ്തു, ബ്ലെൻഡ് ചെയ്തു. എന്താണ് ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ? അതിനെ കൂട്ടിക്കലർത്തി. അങ്ങനെ ഒരു കൾച്ചറൽ ഇൻ്റഗ്രേഷൻ ഉണ്ടായി. നോക്കിക്കേ, ഫസ്റ്റ് നമ്മുടെ പോയിന്റ്, ദ മുഗൾസ് ദേ ബ്ലെൻഡ് ദെയർ കൾച്ചർ വിത്ത് ഇന്ത്യൻ കൾച്ചർ. ദാരാ ഷുക്കോ, ദ സൺ ഓഫ് മുഗൾ എംപറർ ഷാജഹാൻ, ദാരാ ഷുക്കോ എന്ന് പറയുന്ന ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ ദാര, ഷാജഹാൻ ചക്രവർത്തിയുടെ നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മകനാണ് ദാര. ഈ ദാര എന്ത് ചെയ്തു, അദ്ദേഹം മഹാഭാരതത്തെ പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. നമുക്കറിയാം മഹാഭാരതം എന്ന് പറയുന്ന ഇന്ത്യൻ ഒരു ഇതിഹാസമായി, ഇന്ത്യൻ ഇതിഹാസമാണ്. അപ്പോൾ ഈ ഇന്ത്യൻ ഇതിഹാസ പുസ്തകത്തെ, മഹാഭാരതത്തെ ദാര എന്ന് പറയുന്ന നമ്മുടെ ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ തന്നെ പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതാണ് കൾച്ചറൽ ഇൻ്റഗ്രേഷന് കൂടുതൽ ഇടയായത്. അപ്പോൾ പേർഷ്യൻ ഭാഷയിൽ ഈ ആൾക്കാരെ അത് വായിച്ചു, മഹാഭാരതം വായിച്ചു. ദ താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട് ആർ എക്സാമ്പിൾസ് ഓഫ് ദ ഫ്യൂഷൻ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽ വിത്ത് പേർഷ്യൻ സ്റ്റൈൽ. അപ്പോൾ മുഗൾ രാജാക്കന്മാർക്ക് അറിയാവുന്ന ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഏതാണ്? പേർഷ്യൻ സ്റ്റൈലാണ്. ഈ പേർഷ്യൻ സ്റ്റൈലിനെ അവരെന്ത് ചെയ്തു, ഇന്ത്യൻ സ്റ്റൈലുമായിട്ട് ബ്ലെൻഡ് ചെയ്തു, ഫ്യൂഷൻ നടത്തി. എന്നിട്ട് അവരെ വളരെ മനോഹരമായ കൊട്ടാരങ്ങളും സൗധങ്ങളും നിർമ്മിച്ചു. അതിൻ്റെ പേരതൊക്കെയാണ്? താജ്മഹൽ അല്ലേ, താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട്. ഇതെല്ലാം ഷാജഹാൻ എംപററാണ് പണി കഴിപ്പിച്ചത്. നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ പിക്ചർ ഓൾറെഡി കണ്ടതാണ്, അതുകൊണ്ട് മറ്റു 2 പിക്ചേഴ്സ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് താജ്മഹൽ. ലോക അത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. ഓക്കെ, മുംതാസ് മഹലിൻ്റെ, ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ വൈഫ് മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണിത ഒരു സ്മാരകമാണ് താജ്മഹൽ. വെണ്ണക്കല്ലുകൊണ്ട്, വെള്ള മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഈ മനോഹര മന്ദിരം ആഗ്രയിലാണ്. ഇത് ലോക അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് നിലനിൽക്കുന്നു. ഇതാണ് ആഗ്ര ഫോർട്ട്. ഷാജഹാൻ ചക്രവർത്തി ആഗ്രയിൽ നിർമ്മിച്ച ഒരു ഫോർട്ടാണ് ആഗ്ര ഫോർട്ട്. ഓക്കെ, റെഡ് ഫോർട്ട് പോലെ തന്നെ അദ്ദേഹം ആഗ്രയിലും ഒരു ഫോർട്ട് നിർമ്മിച്ചു. അതാണ് ഈ ആഗ്ര ഫോർട്ട്. ഇത് എന്തിൻ്റെ ബ്ലെൻഡിങ് ആണ് നമുക്കിവിടെ കാണുന്നത്? ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഓഫ് പേർഷ്യൻ സ്റ്റൈൽ ആൻഡ് ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽ ആൻഡ് പേർഷ്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽ ബ്ലെൻഡ് ചെയ്തിട്ടുകൊണ്ട് നിർമ്മിച്ച മനോഹര കെട്ടിടങ്ങളാണ് നിങ്ങൾ ഈ കാണുന്ന 2. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് ഏതുകൂടി കൂട്ടാം? റെഡ് ഫോർട്ട് കൂടി കൂട്ടാം. അപ്പോൾ ഇങ്ങനെ ആർക്കിടെക്ചറലായിട്ടുള്ള ഒരു ബ്ലെൻഡിങ്ങും സംഭവിച്ചു. ഓക്കെ, അടുത്തത് ഉറുദു എ ന്യൂ ലാംഗ്വേജ് വാസ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി ലാംഗ്വേജ്. അപ്പോൾ നമ്മുടെ മുഗൾ പീരീഡിൽ അവർക്കറിയാവുന്ന പേർഷ്യൻ ലാംഗ്വേജിനെ അവർ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജായ ഹിന്ദിയുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ഫ്യൂഷൻ നടത്തിയിട്ട് അവരൊരു ന്യൂ ലാംഗ്വേജ് തന്നെ ക്രിയേറ്റ് ചെയ്തു. അതാണ് ഉറുദു ലാംഗ്വേജ്. കണ്ടോ? അപ്പോൾ ഈ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ ഏതൊക്കെ രംഗത്ത് കാണുന്നുണ്ട്? അത് നമ്മുടെ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും ആർക്കിടെക്ചറലായിട്ടുള്ള സ്റ്റൈലിലാണെങ്കിലും ന്യൂ ലാംഗ്വേജ് തന്നെ ഫോം ചെയ്തെടുത്തു. ഉറുദു എന്ന് പറയുന്ന ലാംഗ്വേജ്. ഉറുദു ലാംഗ്വേജ് ഏത് 2 ലാംഗ്വേജുകളും ബ്ലെൻഡ് ചെയ്തതാണ്, മിങ്കിൾ ചെയ്തതാണ്? ഹിന്ദി ആൻഡ് പേർഷ്യൻ. ഹിന്ദുസ്ഥാനി മ്യൂസിക് പോലും ഉണ്ടാക്കിയെടുത്തു. ഒരു പുതിയ മ്യൂസിക് സിസ്റ്റം അവരുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയെടുത്തു. എന്താണ് ആ സ്റ്റൈലിൻ്റെ പേര്? ഹിന്ദുസ്ഥാനി. പേർഷ്യൻ മ്യൂസിക്കൽ സ്റ്റൈലും ഇന്ത്യൻ മ്യൂസിക്കൽ സ്റ്റൈലിലൂടെ നമ്മുടെ കർണാട്ടിക് സ്റ്റൈലും ഒക്കെ ചേർത്തുണ്ടാക്കിയ, പേർഷ്യൻ സ്റ്റൈലും കർണാട്ടിക് സ്റ്റൈലിലൂടെ ചേർത്തുണ്ടാക്കിയതാണ് ഹിന്ദുസ്ഥാനി. ഒരു മ്യൂസിക് സ്റ്റൈൽ തന്നെ അവർ ക്രിയേറ്റ് ചെയ്തു. അതും കൾച്ചറൽ ഇൻ്റഗ്രേഷനാണ് കാണിക്കുക. ഓക്കെ, ഹിന്ദുസ്ഥാനി മ്യൂസിക് ഓൾസോ ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് കൾച്ചറൽ സിന്തസിസ്. മുഗൾ ഇറ വിറ്റ്നസ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ ഇൻ ഓൾ വോക്സ് ഓഫ് ലൈഫ്. അപ്പോൾ നമ്മളിവിടെ മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞു, ലാംഗ്വേജിൻ്റെ കാര്യം പറഞ്ഞു, ആർക്കിടെക്ചറലായിട്ടുള്ള സ്റ്റൈലിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ ട്രാൻസ്ലേഷനെ പറ്റി പറഞ്ഞു. ഇത് കൂടാതെ അവസാനത്തെ സെൻറ്റൻസ് നോക്കിക്കേ, മുഗൾ ഇറ വിറ്റ്നസ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ ഇൻ ഓൾ വോക്സ് ഓഫ് ലൈഫ്. അതിൻ്റെ മീനിങ് എന്താണ്? ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തിലും. അത് ഡ്രസ്സ്, നമുക്കറിയാം നമ്മളിടുന്ന ഈ സൽവാർ എന്ന് പറയുന്ന സൽവാർ കമ്മീസ് സ്ത്രീകളിടുന്ന ഇത് ആരുടെയാണ്? സത്യത്തിൽ അതൊരു ഇന്ത്യനും പേർഷ്യനും കൂടിയുള്ള സ്റ്റൈലാണ്. പേർഷ്യക്കാരുടെ രീതിയാണ് ഇങ്ങനെ ഉള്ള ഒരു സ്റ്റൈല്. ഈ
ടീച്ചർ ഇട്ടിരിക്കുന്ന പോലുള്ള ഈ ഒരു സ്റ്റൈലിലുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റൈലല്ല, നമുക്ക് സാരിയാണ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ എന്ന് പറയുന്നത് സാരിയാണ്. പക്ഷേ നമ്മൾ പേർഷ്യൻ സ്റ്റൈലാണ് ഈ പറയുന്ന സൽവാർ. അപ്പോൾ ഇങ്ങനെ ഓൾ വോക്സ് ഓഫ് ലൈഫ്, അത് ഡ്രസ്സിങ് ആകാം, അതുപോലെ ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കൾച്ചറൽ ഇൻ്റഗ്രേഷൻ വന്നിട്ടുണ്ട്. അവരുടെ പല ഫുഡ് ഹാബിറ്റ്സും അല്ലെങ്കിൽ ഫുഡ് സ്റ്റൈലും ഇന്ത്യക്കാരും അവർ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് സ്റ്റൈലിലാണെങ്കിലും ക്ലോത്തിങ് സ്റ്റൈലിലാണെങ്കിലും എല്ലാം നമ്മൾ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഇൻ്റഗ്രേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ മുഗൾ ഇറ വിറ്റ്നസ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ ഇൻ ഓൾ വോക്സ് ഓഫ് ലൈഫ്. ഓക്കെ, അപ്പോൾ കൾച്ചറൽ ഇൻ്റഗ്രേഷനെ പറ്റി പഠിച്ചോണേ, ഇതൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ എഴുതണം, ധാര ഈ മഹാഭാരതം ട്രാൻസ്ലേറ്റ് ചെയ്തതും താജ്മഹൽ തൊട്ട് ഇങ്ങോട്ടുള്ള ഉറുദു ഹിന്ദുസ്ഥാനി എല്ലാ കാര്യങ്ങളും എഴുതുക, മാർക്ക് മേടിക്കുക. ഓക്കെ, അപ്പോൾ മുഗൾ പീരീഡ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മൾ ഇറങ്ങുക, വിജയനഗര റൂൾ. ഓക്കെ, അതൊരു സൗത്ത് ഇന്ത്യൻ ബേസ്ഡ് റൂളായിരുന്നു വിജയനഗര. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വിജയനഗരവുമായി ടീച്ചർ എത്തും. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവരും നന്നായിട്ട് എല്ലാ വീഡിയോകളും പല തവണ കണ്ടുപിടിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ഇടണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്.